എല്ലാവരും സുഖമല്ലേ? ഇന്ന് വറുത്തരച്ച മട്ടൻ കറി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. നല്ല ഗോട്ട് മീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് തേങ്ങ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തത്. ഫ്രഷ് ആണെങ്കിൽ 1 കപ്പ് എടുത്തോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, ഹോൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, സ്റ്റാർ ആനീസ്, പിന്നെ ഒരു ചെറിയ സവാള പൊടിയായിരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിരിഞ്ഞത്, ഹോൾ പെപ്പർ 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സ്പൈസസ് എല്ലാം ആദ്യം വഴറ്റിയെടുക്കാം. ആദ്യം ഹോൾ സ്പൈസസ് ഇട്ടു, പിന്നെ ഉള്ളിയും ഇഞ്ചിയും ഇട്ടു. നിങ്ങൾ ഫ്രഷ് തേങ്ങ ഇടുന്നതെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ തേങ്ങ ഇട്ടോ. എൻ്റെ അത് ഡെസിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ലാസ്റ്റിലോട്ട് ഇടുന്നത്. അത് ഓൾറെഡി ഡ്രൈ ആണ്. പിന്നെ പെരുംജീരകം, ജീരകം അതൊക്കെ ആഡ് ചെയ്യുക. പെപ്പർ ഇട്ടു. ഇനി തേങ്ങ കരിയാണ്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതെന്തായാലും ഒരു 15 മിനിറ്റ്സിൻ്റെ മേലെ എടുക്കും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കരിഞ്ഞിട്ട് ബ്രൗൺ ആവരുത്, ടോസ്റ്റായിട്ട് തന്നെ ബ്രൗൺ ആവണം. അപ്പോൾ നല്ല സ്മെല്ലെല്ലാം വരും. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് സ്പൈസസ് ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല, കാരണം നമ്മൾ മീറ്റിൻ്റെ അകത്ത് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. മീറ്റ് മസാല ആഡ് ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് വറക്കുന്നതിൻ്റെ അകത്ത് കൂട്ടിയിട്ടാൽ മതി. ഇനി ഇതിപ്പോൾ ഏകദേശം ആയി. ഇപ്പം 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോണും ഫാറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള പീസസാണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇറച്ചീൻ്റെ മൂപ്പിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക വേണ്ടത്. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുത്തോ. ഞാനിപ്പോൾ ഈസ്റ്റേണിൻ്റെതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉപ്പിട്ടു. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം പൊടിയായിരിഞ്ഞത്, സവാള ഒരു വലിയ സവാളയും പിന്നെ ഒരു 1/2 കഷ്ണം സവാള, ഒരു 1.5 സവാളയോളം അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാം. ഒരു 2-3 ഗാർലിക്ക് ഇടാം. ഗാർലിക്ക് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായി കൈകൊണ്ട് പെരക്കി വെച്ചിട്ട് കുറച്ച് ഗാർലിക്ക് 2-3 ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. 2-3 പച്ചമുളകും ഇട്ടു. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് അവിടെ പിടിച്ചോട്ടെ അത്. എന്നിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെക്കാം. ഇത് ഞാൻ അരച്ചെടുത്തു. നമ്മൾ വറുത്ത മസാല നല്ല സ്മൂത്തായി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. മീറ്റ് അവിടെ നിന്ന് വേവുണ്ട്. ഇപ്പോൾ അതൊരു 1/4 വേവായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വെള്ളം വന്നിട്ട് കണ്ടില്ലേ, കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. മീറ്റിൻ്റെ അകത്ത് തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ അരപ്പോടും ചേർത്തിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോഴാണ് മീറ്റിൻ്റെ അകത്തുള്ള ഈ ഫ്ലേവേഴ്സ് ഇറങ്ങിയിട്ട് നല്ല രുചിയാവുള്ളൂ. കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പോളം മിക്സീൻ്റെ ജാറ് വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതവിടെ നിന്ന് തിളക്കട്ടെ. നിറയെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അത് നെയ്യിൽ വറുത്തിടുക ചെയ്യുക. കറി ഒന്ന് വറ്റി കഴിയുമ്പം അതിൽ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു. ഇനി നെയ്യൊന്ന് ഉരുക്കിയിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ടുണ്ടാവും. ഇന്നെൻ്റെ അടുത്തില്ല. തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. കറിയിലേക്ക് ഒഴിച്ചു. കറി റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ വളരെ രുചിയായിട്ടുള്ളൊരു കറിയാണ്. ആ ഗ്രേവി ഉള്ളത് കാരണം പത്തിരീൻ്റെ കൂടെയൊക്കെ നന്നായിട്ടുണ്ടാകും. ചപ്പാത്തി, പൂരിയൊക്കെ നന്നായിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.